റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബിയുടെ കൽപ്പനകളിൽപ്പെട്ട കാര്യമാണ് പശുവിൻ പാൽ ഉപയോഗിക്കുക. അതും വളരെ വലിയ ഒരു കാര്യമാണ്. നേട്ടങ്ങളുണ്ടാകുന്ന അൽബാനഹ വലബനഹ ശിഫാഉൻ വസമനുഹ ദവാഉൻ എന്ന്. പശുവിന്റെ പാലിൽ ശിഫയുണ്ട്, പശുവിന്റെ നെയ്യിൽ മരുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലഹ്മുഹ ദാഉൻ, അതിന്റെ ഇറച്ചി രോഗവുമാണ്. തിരിഞ്ഞില്ല ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങോട്ട് നോക്ക്. കാളപ്പശു എന്നതിന്റെ ഇറച്ചി നാം തീരെ ഉപയോഗിക്കാറില്ല, അമിതമായി ഉപയോഗിക്കുന്നത് എന്ത് വരുത്തും? രോഗം. വലഹ്മുഹ ദാഉൻ, അതിന്റെ ഇറച്ചി രോഗമാണ്. വലബനുഹ ശിഫാഉൻ, അതിന്റെ പാല് മരുന്നാണ്. വസംനുഹ ദവാഉൻ, അതിന്റെ നെയ്യ് മരുന്നാണ്. മനസ്സിലായില്ല? ഒന്നുകൂടി പറയാം. അതിന്റെ ഇറച്ചി കാള പിന്നെ പശു, അതിന്റെ ഇറച്ചിയിൽ രോഗമുണ്ട്. അതായത് അമിതമായ ഉപയോഗം രോഗം വരുത്തും എന്നായിരിക്കും ആ പറഞ്ഞതിന്റെ അർത്ഥം. പറ്റേന്നല്ല, അമിതമായ ഉപയോഗം രോഗം വരുത്തും. എന്നാൽ അതിന്റെ പാലിലും ശിഫയുണ്ട്, അതിന്റെ നെയ്യിലും ശിഫയുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അൽബാനഹ ശിഫാഉൻ വസമനഹ ദവാഉൻ, അതിന്റെ പാല് ശിഫയാണ്, അതിന്റെ നെയ്യ് മരുന്നാണ്. വലഹ്മുഹ ദാഉൻ, അതിന്റെ ഇറച്ചി രോഗവുമാണ്. മനസ്സിലായില്ലേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പലജാതി മരുന്ന് രോഗം ഉണ്ടാകുമ്പോഴും പശുവിന്റെ നെയ്യ് കഴിക്കാൻ വേണ്ടി റസൂലുള്ളാഹി പറഞ്ഞ ഹദീസുകളൊക്കെ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പോലത്തെ മഹദികളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു ഊട്ടുംപറച്ചി കഴിക്കുന്നത് നല്ലതാണെന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് മാത്രം കഴിച്ചില്ല എന്ന് മാത്രം. അത് യുക്കവ്വി, ഒരു മനുഷ്യന് അവന്റെ ആരോഗ്യം, അവന്റെ എണബന്ധങ്ങളെ ഉപകരിക്കും. അതേപോലെ തന്നെ ശരീരത്തിന് ശക്തി കൂട്ടും. ഇതിനൊക്കെ ഉടുമ്പറച്ച് ഉപകരിക്കും എന്നാണ്. മുയലിന്റെ പിന്നാലെ സ്വഹാബികൾ ഓടുന്ന കണ്ട് റസൂലുള്ളാഹി ചിരിച്ചു. കൊണ്ടുവന്ന റസൂലുള്ളാഹി നന്നാക്കി ഇഷ്ടപ്പെടുകയും ചെയ്തു. ഹബീബ അത് റസൂലുള്ളാഹി സ്വീകരിച്ചു. വഹുവ യഅഖലുൽ ബത്ന വയദുറുൽ ബൗല വയുഫത്തിത്തുൽ ഹസ. ഇവിടെ കിഡ്നിയിലോ മറ്റോ വല്ല കല്ലുണ്ടെങ്കിൽ ആ കല്ലിനെ പൊട്ടിച്ച് കളയാൻ മുയലിന്റെ ഇറച്ചിക്ക് കഴിയും. ഇവിടെ ഫോറസ്റ്റ് നിയമം ബാധകമാണ്. ഞാൻ മുയലിറച്ചി എന്നാൻ വേണ്ടി പറഞ്ഞിട്ട് നീ ഫോറസ്റ്റ് നിയമം പ്രസ്താക്കരുത്. മുയലിനെ കിട്ടിയാലെന്നാണ് ഈ പറഞ്ഞതിന്റെ മാന. ഇതൊരു ഒരു പ്രധാനപ്പെട്ട മരുന്നാണെന്ന് മുസ്തഫ നബി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വിറയൽ രോഗത്തിന് പരിഹാരമാണ് മുയലിന്റെ തല. ആട്ടിന്റെ തലയും അതുപോലെ തന്നെ തലന്റെ കേടുകൾക്കൊക്കെ നല്ലതാണ് ആട്ടിന്റെ തല. അതേപോലെ തന്നെ കോഴിയിറച്ചി നല്ലതാണ്. അക്ലു ലഹ്മി ദിജാജി വഹുവ ഖഫീഫുൻ അലൽ മഅദ, ആമാശയത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് കോഴിയിറച്ചി. സരീഉൽ ഹൾമി, പെട്ടെന്ന് അത് പിന്നെ ഒഴിഞ്ഞു, പെട്ടെന്ന് അത് ശരീരത്തിൽ ജീർണിച്ചു. യസീദ് ഫി ദിമാഗി വൽ മനിയി, അത് ശുക്ലബിന്ദുവിനെ പെരുപ്പിക്കും. നല്ലോണം ശുക്ലമുണ്ടാകും, ശുക്ലബിന്ദുവിനെ പെരുപ്പിക്കും. തലച്ചോറിന് ശക്തി കൂട്ടും. പിന്നെ വയുസ്നിഉ സൗത, ശബ്ദത്തെ മനോഹരമാക്കും. വയുഹ്സിനുൽ ലൗന, കളർ കൂട്ടും. നല്ല കളർ ഉണ്ടാവും. ഇതൊന്നും ആണ്ടിപ്പട്ടിയിലെ കോഴിയല്ല, ഇത് ആണ്ടിപ്പട്ടിയിലെ കോഴിയല്ല. ഇത് നമ്മളെ നാടൻ കോഴിന്റെ വർത്താനാണ് ഈ പറയുന്നത്. ആണ്ടിപ്പെട്ടിയിൽ നിന്ന് കൊണ്ടുവരുന്ന ചത്ത കോഴിയുടെ വർത്താനല്ല പറയുന്നത്. ഇത് നമ്മളെ നാട്ടിലെ നാടൻ കോഴി, അദ്ദുജാജുൽ അഹ്ലി, നാടൻ കോഴിയുടെ വർത്താനാണ് ഈ പറയുന്നത്. വയുഖവിൽ അഖ്ല, ബുദ്ധിശക്തിക്ക് മൂർച്ച കൂട്ടും, നല്ല ബുദ്ധി ഉണ്ടാവും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ? വയംബഗി അല്ലാ യുദാവിമ അലാ അഖ്ലിൽ ലഹ്മി, ലഹ്മ് നിത്യമായി കഴിക്കുന്നത് നല്ലതല്ല. ഇതൊക്കെ എപ്പോഴെങ്കിലും കഴിക്കേണ്ട സാധനമാണ്. മനസ്സിലായി? ഇതൊക്കെ ആഴ്ചയിൽ ഒരിക്കലാണ് ഇതൊക്കെ കഴിക്കൽ സുന്നത്ത്. വയംബഗി അല്ലാ യുദാവിമ അലാ അഖ്ലിൽ ലഹ്മി ഫഇന്നഹു യൂരിസുൽ അംറാദ അദ്ദമവിയ്യ, രക്തം കൊണ്ടുണ്ടാവുന്ന എല്ലാ രോഗവും ഇറച്ചി കഴിച്ചിട്ടുണ്ടാവും. എന്താ ഉണ്ടായത്? ബ്ലഡ് ക്യാൻസർ. മനസ്സിലായില്ല? ലോകത്ത് എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു നാടാണ് എന്ത്? മലബാർ. എന്താ കാരണം? ഈ ഗൾഫും പൈസയൊക്കെ ആയപ്പോ ഇറച്ചി അങ്ങോട്ട് കൂട്ടി. അത് തന്നെ കാരണം. ഇറച്ചി അധികമായി കഴിച്ചാൽ, ഇസ്ലാമിക മെഡിക്കൽ സയൻസ് ആണ് ഈ പറഞ്ഞത്, ഇസ്ലാമിക മെഡിക്കൽ സയൻസ് പറഞ്ഞത്. ഈ ശ്രദ്ധിക്കുക, രക്തത്തിലുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും അത് കാരണമാകും. കാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇയ്യാക്കും വല്ലഹം, ഇറച്ചിയെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടിയാൽ കള്ളിന്റെ ദോഷം ഇറച്ചിണ്ടാക്കും. ആര് പറഞ്ഞു? നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ പറയുന്നത്. ആര് പറഞ്ഞു? ഇത് ഇറച്ചി ഉപയോഗം കൂടിയാൽ കള്ളിന്റെ ഉപദ്രവം ഉണ്ടാവും. ആര് പറഞ്ഞു? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഹാഫിദ് ഇബ്നു ഖയ്യിം തന്നെ സാദുൽ മആദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നല്ലാഹ യബ്ഗുദു അഹ്ലൽ ബൈത്തിൽ ലഹ്മി, ഇറച്ചി കൂടുതൽ ഉപയോഗിക്കുന്ന വീട്ടുകാരെ റസൂലുള്ളാഹി അല്ലാഹു തആല കോപിക്കും.
ലാ തജ്അലു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ലാ തജ്അലു അജ്വാഫക്കും മഖ്ബറത്തൻ ലിൽ ഹയവാനി, നിങ്ങളുടെ എല്ലാവരുടെയും വയറ്, ലാ തജ്അലു അജ്വാഫക്കും മഖ്ബറത്തൻ ലിൽ ഹയവാനി, നിങ്ങളെ വയറുകൾ നിങ്ങൾ ജീവികളുടെ മഖ്ബറകളാക്കരുത്. മനസ്സിലായില്ല? ലാ തജ്അലു അജ്വാഫക്കും മഖ്ബറത്തൻ ലിൽ ഹയവാനി, നിങ്ങളുടെ ഉള്ള് വയറ് മുഴുവനും ജീവികൾക്ക് നിങ്ങളെ കുഴിച്ചിടാനുള്ള സത്യം തന്നെയല്ലത്. അല്ലാതെ എന്താണ് ജീവികളെ മക്ബറല്ലേ എന്ന് നമ്മള് അല്ലേ നോമ്പുറക്കാനത്, അത്താഴത്തിനത്, മുത്താഴത്തിനത്, പൊലച്ചക്കത് എല്ലാം ഒക്കെ തന്നെ. ഈ തീറ്റ എന്തും നോമ്പ് കഴിഞ്ഞാലും ഈ പെരുന്നാളിനും ഇതൊക്കെ ഇക്കോലൊക്കെ ഇറച്ചി എന്നിട്ട് പെരുന്നാളിന്റെ തലേന്ന് ഇറച്ചിക്ക തിരക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എല്ലാം ഇറച്ചി എന്നല്ലാത്തൊരു പരിപാടിയില്ല. അത് മനുഷ്യനും അജ്വാഫക്കും മഖ്ബറത്തൻ ലിൽ ഹയവാനി, നിങ്ങളുടെ ഉള്ളുകളെ, നിങ്ങളുടെ വയറുകളെ ഈ മൃഗങ്ങളെ കുഴിച്ചിടാനുള്ള ഒരു മഖ്ബറ ആക്കരുത് എന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ വളരെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. ഇന്ന ത്വബീബൻ സഅല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഡോക്ടർ നബിയോട് തവളയെ പറ്റി ചോദിച്ചു. ഫഖാല ഫനഹാഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തവളയിൽ ശിഫല്ല എന്ന് മുസ്തഫ നബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തവള ഉപയോഗിക്കരുത്. പടിഞ്ഞാറുകാർ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് തവളെ തിന്ന. ഒരു കാലത്ത് തവളയെ കയറ്റി വിട്ടിരുന്നു ഇവിടുന്ന് അല്ലേ, അന്നൊന്നും ശിഫല്ല എന്ന് മുസ്തഫ റസൂലുള്ളാഹി പറഞ്ഞു.